എൻ്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ച് പല്ല് ഞാൻ പൊഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളൂ. നിന്നെ ഒന്നും എൻ്റെ വീട്ടിൽ കേട്ടില്ല എന്ന് അതേ സെയിം ഡയലോഗ് ആ കുട്ടിയുടെ അമ്മയും വന്നിട്ട് പറയുന്നു. അത് ഞാൻ ഇന്നലെയാ കണ്ടത്. അയ്യോ, അത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറിയില്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കും എന്ന് പറയുമ്പോ പട്ടികൾ സിറ്റ് ഔട്ടിൽ ഇരിക്കും. അതെ, ചില വീടുകളിലെല്ലാം പട്ടികളെ സിറ്റ് ഔട്ടിൽ കിടത്തുക. സിറ്റ് ഔട്ടിൽ ഇരിക്കും. നീയൊക്കെ പട്ടികളാണ്, അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ധ്വനിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഞെട്ടിപ്പോയി. ഞാനത് അതെ, അയ്യോ എന്റെ എന്താണ് അത്? അല്ല, എന്റെ അടുത്തങ്ങാനാണ് എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ച് പല്ല് ഞാൻ പൊഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളൂ. നിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഞാൻ വരില്ല, പകരം നീ എന്റെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കടി എന്ന് ഞാൻ പറഞ്ഞു. അതെ, മനസ്സിലായോ? അത്രയ്ക്ക് വേദനാജനകവും അരോചകവുമായിട്ടുള്ള ഒരു വേർഡാണ് ആ സ്ത്രീ അവിടെ പറഞ്ഞത്. അതാ ഒരു 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത്.